മോർണിംഗ് പുതിയൊരു പ്രഭാത വചന ധ്യാനത്തെങ്കിലേക്ക് ഏവർക്കും സ്വാഗതം. യേശുക്രിസ്തുവിന്റെ നിസ്തുല്യമായ നാമത്തിൽ എല്ലാവർക്കും എൻ്റെ വന്ദനം അറിയിക്കുന്നു. കഴിഞ്ഞ ദിവസം വളരെ അനുഗ്രഹിക്കപ്പെട്ട ആത്മീക വചനചിന്തകൾ നമുക്ക് ചിന്തിക്കുവാനും ധ്യാനിപ്പാനും തക്കവണ്ണം ദൈവം നമ്മെ സഹായിച്ചല്ലോ. കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചത്, അതുകൊണ്ട് ഉറങ്ങുന്നവനെ ഉണർന്ന് മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്ക, എന്നാൽ ക്രിസ്തു നിന്റെ മേൽ പ്രകാശിക്കും എന്ന് ചൊല്ലുന്നു. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ ആദിമ ക്രൈസ്തവരുടെ ഇടയിൽ ഉണ്ടായിരുന്ന ഒരു പാട്ടിന്റെ ചില ചരണങ്ങളാണ് ഇതെന്നാണ് വേദപണ്ഡിതന്മാർ വിശ്വസിക്കുന്നത്. ഈ ചരണങ്ങൾ വളരെയധികം പ്രധാനപ്പെട്ട ഒരു ചരണമാണല്ലോ. പ്രത്യേകിച്ച് ഇവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യം കാണുന്നുണ്ട്. കഴിഞ്ഞ പ്രഭാത ധ്യാനത്തെങ്കിൽ ഞാനത് പരാമർശിച്ചില്ല. ഈ ഉണർന്നിരിക്കുക, ഉറങ്ങുക, മരിക്കുക എന്നുള്ള മൂന്ന് കാര്യങ്ങൾ വളരെയധികം സീക്വൻസ് ആയിട്ട് കാണുന്നതായ കാര്യമാണ്. ഉണർന്നിരിക്കുന്ന ഒരാള് ഉറങ്ങുന്നുവെങ്കിൽ ആ വ്യക്തിയുടെ മരണവും അടുത്തതായി സംഭവിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഈ ഉറങ്ങുന്നവരോട് എഴുന്നേൽക്ക എന്ന് ദൈവവചനം എപ്പോഴും സംസാരിക്കുന്നത്. എഴുന്നേറ്റ് പ്രകാശിക്ക എന്ന് പറയുമ്പോൾ കിടക്കുന്നതായ, അലസതയോടെ ഇരിക്കുന്നതായ ഒരാളോട് സംസാരിക്കുന്നത് പോലെ നമുക്ക് തോന്നുന്നുണ്ട്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നിങ്ങൾ അലസമായ ഒരു ക്രിസ്തീയ ജീവിതമാണ് നയിക്കുന്നതെങ്കിൽ നിങ്ങൾ എഴുന്നേൽക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. നിങ്ങൾക്ക് ദൈവവചനത്തെക്കുറിച്ചുള്ള ചിന്തയോ, നശിച്ചു പോകുന്ന ആളുകളെക്കുറിച്ചുള്ള ചിന്തയോ, ദൈവരാജ്യത്തിന്റെ പുരോഗമനത്തെക്കുറിച്ചുള്ള ചിന്തയോ ഇതൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളെ തന്നെ സ്വയം വിലയിരുത്തുവാൻ സാധിക്കും. നിങ്ങൾ ഉറങ്ങുന്നതായ ഒരു വ്യക്തിയാണ്. നിങ്ങളുടെ സഭയിൽ നിങ്ങൾ സജീവമായി ഇടപെടുന്നില്ലെങ്കിൽ, നിങ്ങൾ സുവിശേഷ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകുന്നില്ലെങ്കിൽ, നിങ്ങൾ ദൈവവചനം വായിക്കാനോ പ്രാർത്ഥിക്കാനോ തയ്യാറാകാത്ത ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾ ഉറങ്ങുന്ന വ്യക്തിയാണ്. ഇങ്ങനെ നിങ്ങൾ മുന്നോട്ട് പോയാൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ആ മരണത്തിലേക്ക്, ആത്മീയമായ മരണാവസ്ഥയിലേക്ക് നിങ്ങൾ പ്രവേശിക്കുവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം വളരെ ശക്തമായി നമ്മോട് പറയുന്നത്, നമ്മൾ ഉണരണം എന്നുള്ളത്, നാം എഴുന്നേറ്റ് പ്രകാശിക്കണം എന്നുള്ളത്. എഴുന്നേറ്റാൽ നമ്മൾ പ്രകാശിക്കണം. പ്രകാശം വരണമെങ്കിൽ ഒരൊറ്റ വഴി മാത്രമേ ഉള്ളൂ. പ്രകാശമായ കർത്താവ് യേശു ക്രിസ്തുവിന്റെ ആ വെളിച്ചത്തിൽ, ആ വചനപ്രകാരം നടന്നെങ്കിൽ മാത്രമേ നമുക്ക് ഒരു പ്രകാശമായി തീരുവാൻ കഴിയുകയുള്ളൂ. അങ്ങനെ കഴിയുന്നതായ ആളുകൾ വളരെ വ്യക്തമായ അപ്പോസ്തലനായ പൗലോസ് അടുത്ത വാക്യത്തിൽ പറയുന്നു, 15-ാം വാക്യത്തിൽ, ആകയാൽ സൂക്ഷ്മത്തോടെ അജ്ഞാനികളായിട്ടല്ല ജ്ഞാനികളായിട്ടത്രേ നടപ്പാൻ നോക്കുവിൻ. ഇവിടെ നടപ്പാൻ നോക്കുവിൻ എന്നുള്ളതിന് ജീവിക്കുവാൻ ശ്രമിപ്പീൻ. അതേപോലെ തന്നെ സൂക്ഷ്മതയോടെ, സർക്കംസ്പെക്ടലി എന്നാണ് ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്നത്. ആ വാക്കിന്റെ അർത്ഥം നാലുപാടും നോക്കിക്കൊണ്ട്, ചുറ്റുപാടും നോക്കിക്കൊണ്ട് വളരെ ജാഗ്രതയുള്ളവരായി നമ്മൾ ആയിരിക്കണമെന്നുള്ള വളരെ പ്രധാനപ്പെട്ട വസ്തുത. കേവലം ജാഗ്രത മാത്രം പോരാ, മറിച്ച് നമ്മൾ ജ്ഞാനികളായിട്ട്, അജ്ഞാനികളായിട്ടല്ല ജ്ഞാനികളായിട്ട്. എന്തുകൊണ്ടാണ് ഇവിടെ ജ്ഞാനികളായിട്ട് എന്ന് പറയുന്നത്? വളരെ വ്യക്തമായി ചില വേദഭാഗങ്ങൾ ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം 16-ാം വാക്യത്തിൽ, ചെന്നായ്ക്കളുടെ നടുവിൽ ആടിനെ പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. ആകയാൽ പാമ്പിനെ പോലെ ബുദ്ധിയുള്ളവരും പ്രാവിനെ പോലെ കളങ്കമില്ലാത്തവരും ആയിരിക്കും. ഞാൻ ഈ വേദഭാഗം വളരെയധികം പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. ഞാൻ ആ വേദഭാഗത്തിൽ വളരെ ശ്രദ്ധിച്ചൊരു കാര്യം, യേശുക്രിസ്തു ഒരിക്കലും അവരോട് പറഞ്ഞില്ല, ഞാൻ ചെന്നായ്ക്കയുടെ നടുവിൽ നിങ്ങളെ പാമ്പിനെ പോലെ അയക്കുന്നോ പ്രാവിനെ പോലെ അയക്കുന്നു എന്നല്ല യേശുക്രിസ്തു പറയുന്നത്. മറിച്ച് ഞാൻ നിങ്ങളെ ചെന്നായ്ക്കയുടെ നടുവിൽ ആടിനെ പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. ആടിന് ഈ പറയപ്പെട്ട പാമ്പിന്റെ ബുദ്ധിയോ പ്രാവിന്റെ നിഷ്കളങ്കതയോ ഇല്ല, മറിച്ച് ഇതെല്ലാം തന്നെ ചേർക്കപ്പെടുന്നതാണ്. അങ്ങനെയാണെങ്കിൽ ദൈവം നമ്മളെ ആടിനെ പോലെ അയക്കുന്നു എന്ന് പറയുമ്പോൾ, ചെന്നായ്ക്കളാണ് എപ്പോഴും ആടുകളെ വേട്ടയാടുവാൻ വളരെ ശ്രമിക്കുന്നതായ ഒരു മൃഗമെന്ന് പറയുന്നത്. അപ്പോൾ ദൈവം നമ്മളെ എവിടേക്ക് അയക്കുന്നു? ചെന്നായ്ക്കളുടെ നടുവിലേക്ക് അയക്കുന്നു. അതെങ്ങനെ അയക്കുന്നു? ആടിനെ പോലെ അയക്കുന്നു. ചെന്നായ്ക്കൾ എപ്പോഴും ഈ ആടിന്റെ പുറകെ പോകാൻ ഒരു കാരണമുണ്ട്. ആട് പൊതുവെ ഒരു ബലഹീനമായ ഒരു മൃഗമാണ്. പെട്ടെന്ന് അവയെ കീഴ്പ്പെടുത്തുവാൻ സാധിക്കും. മാത്രമല്ല, അതിന്റെ മാംസം ഈ ചെന്നായ്ക്കൾക്ക് വളരെയധികം ഇഷ്ടമുള്ള മാംസവുമാണ്. ഇതാണ് കർത്താവ് യേശുക്രിസ്തു പറയുന്നത്, പിശാചിന്റെ ഇഷ്ടം നിങ്ങളോടാണ്. പിശാച് നിങ്ങളെയാണ് ആഗ്രഹിക്കുന്നത്.
പിശാച് നിങ്ങളെ വേഗം പിടിക്കുവാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് തന്നെ കർത്താവ് യേശുക്രിസ്തു പറഞ്ഞത്, ചെന്നായ്ക്കളുടെ നടുവിൽ ഞാൻ നിങ്ങളെ അയക്കുന്നത് ഒരു ക്രൂരമായ മൃഗത്തെ പോലല്ല. അതിനർത്ഥം നിങ്ങൾക്ക് ആ ആടിന്റെ ഒരു സ്വഭാവം യേശുക്രിസ്തുവിൽ നമുക്കത് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. കൊല്ലുവാൻ കൊണ്ടുപോകുന്നവരുടെ മുമ്പാകെ മിണ്ടാതിരുന്ന കുഞ്ഞാടിനെ പോലെ യേശുവായിരുന്നു എന്ന് പറയുമ്പോൾ, കർത്താവ് യേശുക്രിസ്തു നമ്മളെ പഠിപ്പിച്ചത് മറ്റുള്ളവരെ ആക്രമിക്കുവാനോ ഒന്നുമല്ലല്ലോ. ഒരു കർണത്തടിക്കുന്നവന് മറ്റേ കർണം കൂടെ കാണിച്ചു കൊടുക്കണമെന്നല്ലേ യേശു പഠിപ്പിച്ചത്? ക്ഷമയല്ലേ പഠിപ്പിച്ചത്? സഹനമല്ലേ പഠിപ്പിച്ചത്? ദീർഘക്ഷമയല്ലേ പഠിപ്പിച്ചത്? ഇതെല്ലാം നമുക്ക് ഈ ആടെന്ന മൃഗത്തിൽ കാണുവാൻ കഴിയുന്നുണ്ട്. പക്ഷേ നമുക്ക് വേണ്ടതായ ഒരു റെസ്പോൺസിബിലിറ്റി വളരെ വ്യക്തമായി ഇവിടെ യേശു പറയുന്നു. നിങ്ങൾ പാമ്പിനെ പോലെ ബുദ്ധിയുള്ളവർ ആയിരിക്കണം. ഈ പാമ്പിന്റെ ബുദ്ധി എന്ന് പറയുന്നത് നമ്മൾ ഈ എഫേസ്യ ലേഖനം 5-ാം അധ്യായം 15-ാം വാക്യത്തിൽ കൊടുത്തിരിക്കുന്ന വാക്കുമായി വളരെ ബന്ധമുണ്ട്. സൂക്ഷ്മത്തോടെ, സർക്കംസ്പെക്ട്ലി, നാലുപാടും ശ്രദ്ധിക്കുന്നതായ ജാഗ്രതയോടുകൂടെ നമ്മളായിരിക്കണം. അതിനർത്ഥം എന്താ? എപ്പോഴും നമ്മൾ വിജിലന്റ് ആയിരിക്കണം. എപ്പോഴും നമ്മൾ ചുറ്റുപാടും നോക്കണം. നമുക്കെതിരെ കടന്നു വരാമാകുന്ന ചില പ്രശ്നങ്ങൾ നമുക്ക് അത് ആത്മാവിൽ സെൻസ് ചെയ്യാൻ സാധിക്കും. നമ്മൾ അതിനെതിരെ നീങ്ങുകയല്ല, മറിച്ച് ആ വിഷയങ്ങളെ കണ്ടുകൊണ്ട് അതിന് മുമ്പാകെ നമുക്ക് പ്രാർത്ഥിക്കുവാൻ കഴിയണം. ഒരുപക്ഷെ നിങ്ങളുടെ മക്കളുമായി ബന്ധപ്പെട്ട വിഷയമായിരിക്കാം, ഒരുപക്ഷെ നിങ്ങളുടെ സഭയുമായി ബന്ധപ്പെട്ട വിഷയമായിരിക്കാം, ഒരുപക്ഷെ നിങ്ങളുടെ വീടുമായി ബന്ധപ്പെട്ട വിഷയമായിരിക്കാം, ഒരുപക്ഷെ നിങ്ങളുടെ രാജ്യവുമായി ബന്ധപ്പെട്ട വിഷയമായിരിക്കാം. ഇത് നിങ്ങൾക്ക് നാലുപാട് നോക്കുമ്പോൾ അതിന്റെ സാധ്യതകൾ കാണുവാൻ കഴിയുന്നുണ്ടെങ്കിൽ, ദൈവത്തിന്റെ ആത്മാവ് ഇവിടെ നമ്മോട് പറയുന്നു, നമ്മൾ ജാഗ്രതയുള്ളവരായിരിക്കണം. കേവലം ജാഗ്രത മാത്രമല്ല, നമ്മൾ ജ്ഞാനികളായി തീരണം. ഈ ജ്ഞാനം എങ്ങനെയാണ് നമ്മൾ പ്രാപിക്കുന്നത്? ഇത് ലോകത്തിന്റെ ജ്ഞാനമല്ല, മറിച്ച് ദൈവത്തിന്റെ ജ്ഞാനം. ദൈവത്തിന്റെ ജ്ഞാനം എപ്പോഴും നമ്മളെ ദൈവവചനത്തിലേക്കാണ് കൊണ്ടുപോകേണ്ടത്. എങ്ങനെ പ്രാർത്ഥിക്കണം, എന്തു പ്രാർത്ഥിക്കണം, എപ്രകാരം നമ്മൾ ആയിരിക്കണം, നമ്മുടെ ജീവിതത്തെ നമുക്ക് എങ്ങനെ പരിശോധിക്കുവാൻ സാധിക്കും? നോക്കണേ, വളരെ വ്യക്തമായി നമുക്ക് ഇത് കാണുവാൻ ഇസ്രായേൽ ജനത്തിന്റെ മരുഭൂമി പ്രയാണത്തിൽ സാധിക്കുന്നുണ്ട്. ഇസ്രായേൽ ജനത്തെ നയിച്ച മോശയാകട്ടെ, യോശുവയാകട്ടെ, ഈ ഒരു ജ്ഞാനം അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. ഇസ്രായേൽ ജനത്തെ യെരിഹോവിലേക്ക് കൊണ്ടുപോകുന്ന യോശുവ, യോർദാൻ നദി അവരുടെ മുമ്പാകെ തടസ്സമാകുന്നു എന്ന് കണ്ടപ്പോൾ ദൈവത്തോട് ആലോചന ചോദിച്ചു. നോക്കണേ, അവൻ നോക്കിയത് ചുറ്റുപാടും നോക്കി, തടസ്സങ്ങളെ കണ്ടു, ദൈവസന്നിധിയിലേക്ക് കടന്നു വന്നു. അങ്ങനെ വരുന്ന ഒരു വ്യക്തിക്ക് ദൈവത്തിന്റെ ആത്മാവ് വ്യക്തമായ സന്ദേശം കൊടുക്കും. അതുകൊണ്ടാണ് ദൈവം യോശുവയോട് പറയുന്നത്, നാളെ ഞാൻ ജനത്തിന്റെ ഇടയിൽ ഒരു അത്ഭുതം ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾ നിങ്ങളെ തന്നെ ശുദ്ധീകരിപ്പിൻ. ഇതാണ് ജ്ഞാനം എന്ന് പറയുന്നത്. ദൈവമക്കളെ, എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഇപ്രകാരം നമ്മുടെ ചുറ്റുപാടുമുള്ള കാര്യങ്ങളെ വീക്ഷിച്ചിട്ട് നമുക്ക് വരാൻ പോകുന്നതായ അപകട സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് പ്രാർത്ഥിക്കുന്നവർ നാം ആയിരിക്കണം. ദൈവത്തോട് സംസാരിക്കുന്നവരായി തീരണം. അങ്ങനെയുള്ളവർക്കാണ് ദൈവം ചില പോക്കുവഴികളെ നൽകുന്നത്. ഇത് മനസ്സിലാക്കുന്നവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എപ്പോഴും നമ്മൾ അങ്ങനെ ആയിരിക്കണം. ഒരു പാമ്പും അങ്ങനെയല്ലേ ചെയ്യുന്നത്? ഒരു പാമ്പ് പണം വിടർത്തി നിൽക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അത് ചുറ്റുപാടും അത് വളരെ ജാഗ്രതയോടുകൂടെ നോക്കുന്നു. തന്റെ പുറകിൽ ആളുകളുണ്ടെങ്കിൽ പുറകിലേക്കും തിരിയുന്നു, മുമ്പിൽ ആളുകളുണ്ടെങ്കിൽ മുമ്പിലേക്കും തിരിയുന്നു. എല്ലായിടത്തും തിരിഞ്ഞ് എവിടുന്നാണ് തനിക്ക് രക്ഷപ്പെടുവാൻ കഴിയുന്നത് എന്ന് മനസ്സിലാക്കി ബുദ്ധിപൂർവം നീങ്ങുന്ന പാമ്പിനെയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെയാണ് പ്രാവ്. പ്രാവ് കളങ്കമില്ലാത്തതായ ഒരു പക്ഷിയാണല്ലോ. എന്താ കളങ്കമില്ലാത്തതെന്ന് പറയുന്നത്? അതിന്റെ സ്വഭാവ രീതികളെല്ലാം തന്നെ നമ്മളെ തെളിയിക്കുന്നത് അത് കളങ്കമില്ലാത്തതാണ് എന്നുള്ളതാണ്. ഒരു പക്ഷിയുമായി അത് ഫൈറ്റിങ്ങിന് പോകാറില്ല. അത് അതിന്റെ കാര്യം നോക്കി എവിടെങ്കിലും മാറിയിരുന്ന് കുറുകുകയല്ലാതെ ആ പക്ഷി വേറെ ഒന്നും ചെയ്യുന്നില്ല. നമ്മുടെ ജീവിതത്തിൽ ഇതുപോലുള്ള ഒരു ആറ്റിറ്റ്യൂഡ് നമുക്ക് ആവശ്യമാണ്. നമ്മളിൽ തന്നെ ഒരു നിഷ്കളങ്കത നമുക്കുണ്ടായിരിക്കണം. അത് ദൈവമായിട്ടുള്ള ബന്ധത്തിലും മനുഷ്യരുമായിട്ടുള്ള ബന്ധത്തിൽ നമുക്ക് ആ നിഷ്കളങ്കത ഉണ്ടായിരിക്കണം. പക്ഷെ പ്രാവിനെ പോലെ കുറുകുന്നവരായിരിക്കണം. ദൈവസന്നിധിയിൽ കരയുന്നവരും പ്രാർത്ഥിക്കുന്നവരുമായിരിക്കണം. അങ്ങനെയാണെങ്കിൽ ഇതാണ് നമ്മുടെ ജീവിതത്തിൽ നാം ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ ഈ വാക്യങ്ങളെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്. സങ്കീർത്തന പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്ന പോലെ, യഹോവ എന്റെ ബലവും എന്റെ സങ്കേതവുമാകുന്നു. അത് ഉള്ളതായ ഒരു വ്യക്തി പോലും തങ്ങളുടെ കളങ്കമില്ലാത്ത അവസ്ഥയിലാണെങ്കിൽ പോലും, തങ്ങൾ ഒരു ആടിനെ പോലുള്ള സ്വഭാവമുള്ളവരാണെങ്കിലും പാമ്പിനെ പോലെ ബുദ്ധിയുള്ളവരാണെങ്കിലും അവരുടെ ആശ്രയം പൂർണ്ണമായിട്ടും കർത്താവായ യേശുക്രിസ്തുവിലാണ്.
അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഈ വചനം നിങ്ങളെ ബലപ്പെടുത്തുമെന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു. എങ്ങനെ നിങ്ങൾക്ക് ഈ ഭൂമിയിൽ ദൈവഹിത പ്രകാരം ജീവിക്കാൻ കഴിയും എന്നുള്ളതിന് വ്യക്തമേറിയ സന്ദേശം ഈ ദിവസങ്ങളിൽ നിങ്ങൾ പ്രാപിക്കുന്നു എന്നറിയുന്നതിൽ വളരെ സന്തോഷമുണ്ട്. ഒരു നിമിഷം നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. സ്വർഗീയപിതാവേ, വളരെ ശക്തമായി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളോട് ഇടപെട്ടതിനായി സ്തോത്രം. കർത്താവേ, ഞങ്ങൾ ഈ ഭൂമിയിൽ എപ്രകാരമായിരിക്കണം, ഇന്ന് ഞങ്ങൾ കേട്ട വചനം പോലെ സൂക്ഷ്മത്തോടെ അജ്ഞാനികളായിട്ടല്ല ജ്ഞാനികളായി ഞങ്ങൾ ജീവിപ്പാൻ തക്കവണ്ണം നീ ഞങ്ങളെ സഹായിക്കണം. അതിനുള്ള വ്യക്തമേറിയ വചന സന്ദേശം ഇന്ന് പരിശുദ്ധ ആത്മാവ് ഞങ്ങൾക്ക് നൽകിയതിനായി സ്തോത്രം. ഈ വചനം കേൾക്കുന്ന ഏവരെയും ഞാൻ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനാൽ നന്ദി. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഇന്നത്തെ വചനം നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ വളരെ അനുഗ്രഹപ്രദമായി തീർന്നു ഞാൻ വിശ്വസിക്കുന്നു. ഈ സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പറിൽ ഞങ്ങളെ വിളിക്കുക. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. ഹാവ് എ നൈസ് ഡേ. ഗോഡ് ബ്ലസ് യു ഓൾ.